വ്യസനപ്പെടാതിരിക്കൂ ഗിരീഷേ. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ കേട്ടോ. എത്തിയില്ലേ? അമ്മായിപ്പനെ കണ്ടോ? എന്താണ് പറയാതെ പെട്ടെന്നൊരു വരൂ. വരൂ, അതോട്ടിരിക്കാം. ആനന്ദേട്ട പറഞ്ഞ പോലെ ഷർട്ട് ടക്കിങ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ആനന്ദേട്ട, അപ്പോൾ ധൈര്യമായിട്ട് ടെൻഷൻ അടിക്കണ്ട. ഞാൻ കോളിലുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. കല്യാണം വിളിക്കാൻ വന്നതായിരിക്കും അല്ലേ? കല്യാണവും വിളിക്കണം. അപ്പൂസ് എവിടെ? ആനന്ദേട്ട ഇപ്പൊ എവിടെ? എന്തായി? അമ്മായിപ്പം തെണ്ടിയുടെ മുമ്പിലാ. നിന്റെ സംശയമൊക്കെ മാറിയാണെന്താ? ആരോ റൂമൊക്കെ തയ്ച്ചു എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കിയ പുകിലൊക്കെ മറന്നോ? അതോ ആളെ കണ്ടുപിടിച്ചോ? ആനന്ദേട്ട ടെൻഷൻ വേണ്ട, ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ വെറുമൊരു സാധാരണക്കാരൻ. എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരതിഥി വന്നു. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. അതൊക്കെ പോട്ടെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ? അത് നീയോ ഞാനോ അല്ല തീരുമാനിക്കേണ്ടത്, അവളാണ്. പാർവതി വന്നല്ലോ. അവള് വന്നു. ആനന്ദേട്ടൻ ഞാൻ പറയുന്ന പോലെ പറ. അത് വേണോ? വേണം. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. നീയും ഞാനും നീയും ഞാനും മാത്രമുള്ളൊരു ലോകം. നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന ആ പഴയ മനുഷ്യനാവാൻ നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന അവസരം കൂടെ തരണം. ആ പഴയ മനുഷ്യനാകാൻ എനിക്കൊരു അവസരം കൂടി തരണം. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അന്നും അന്നും ഇന്നും എന്നും. നിന്നെ നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചിക്കോ. ഏട്ടത്തിയമ്മയുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു സാധനം കൂടെ ഉണ്ട്. വേണ്ട, സാരി നീ നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് നേരിട്ട് കൊടുത്താൽ മതി. അതുമാത്രമല്ല, ചെറിയൊരു ഐഫോൺ. എൻ്റെ വക ആനന്ദേട്ടനൊരു ഗിഫ്റ്റ്. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു. ആദ്യത്തെ ഏതായിരുന്നു? നീ നമുക്കിനി വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. അല്ല ഏട്ടത്തിമ്മയുടെ നീ കണ്ടില്ലേ തറവാട്ടിലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല. രമണിക്ക് എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. രാത്രി എന്താ? ഓട്സ് പുട്ടാ? ഇത് നനയുന്നില്ല. എന്താ ഇത്? എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ എന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഞാൻ രാജി ചോദിച്ചില്ലേ എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നീയാണോ എടുത്തു കൊടുത്തത്? ഇല്ല, ഞാൻ കൊടുത്തില്ല. പിന്നെ ആരാണ് എടുത്തു കൊടുത്തത്? എടാ ഞാൻ സ്മൈൽ. അളയാ, ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. പ്രേമം
അതൊരു സിനിമ പേരല്ലേ? ഇപ്പോഴാടാ നീ പഴയതൊക്കെ മറന്നൊരു മിടുക്കനായത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായൊരു ജീവിതമായിരിക്കും. മര്യാദയ്ക്ക് സത്യം പറയണം, ആരാ എടുത്തതെന്ന്? പാർവതിയോ? ഞാനോ? ഞാനെന്തിനാ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ എടുത്തിരുന്നു? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയണം? ഓരോന്നായിട്ട് എനിക്ക് പണി തരാമെന്ന് ഇതാണോ പറഞ്ഞത്? അച്ഛാ, ഞാനെന്തിനാ ചെറുക്ക് പണി കൊടുക്കുന്നേ? പാർവതി എന്തിന് കള്ളം പറയണം? നീയാണ് ഇതിനൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. കൊള്ളാം. എനിക്ക് മസിൽ വെക്കാനുള്ളതാ, മനസ്സിലാ? എന്തൊക്കെയാ രമണി? പക്ഷെ അവളുണ്ടല്ലോ, നിന്നെ തേച്ചിട്ട് പോയ മറ്റവള്, എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടിയത് ഏതെങ്കിലും മണുകുണാഞ്ചനായിരിക്കും. എന്നിട്ട് അവളിപ്പോ അവനെയും കെട്ടി വേറെ 3-4 കാമുകന്മാരുമായിട്ട് ഒരലന്ന ജീവിതമായിരിക്കും ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടൊട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അവൾ അടിച്ചെടുത്തോണ്ട് അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടും. അത്രയ്ക്കൊക്കെ വേണം. വേണം. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. എന്നിട്ട് അവളെ കെട്ടിയ മണ്ടൻ ഭാര്യ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ മുഴുഭ്രാന്തനായി ഉടുതുണിയില്ലാതെ നിന്റെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുമടാ. വന്നല്ലോ. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ പാർവതി. അല്ല, നിന്റെ മറ്റേ പിശാചിന്റെ പേരും പാർവതി എന്നല്ലേ? ലൈഫ് തന്നെ ഒരു കോമഡി. എന്തായാലും അത് നന്നായി. ഇനി ആ പേര് കേൾക്കുമ്പോ നിനക്ക് എന്റെ ഭാര്യയുടെ മുഖം വല്ല ഓർമ്മ വരും അല്ലേ? ആ, കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്ക്. ഗിഫ്റ്റ് കൊടുക്കടാ, നിനക്കൊള്ള. ആനന്ദേട്ട, ഞാനൊന്ന് അങ്ങോട്ട്. നീ എവിടെ? മൂത്രമൊഴിക്കാനാണോ? ടോയ്ലറ്റ് അവിടെ അകത്ത്. അല്ല, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാനത് എവിടെ പോന്നു? പ്ലംബിംഗുകാരൻ വരാമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോഴാ? പോട്ടെ. അല്ല, പ്ലംബിംഗ് പണിക്ക് വിനു നോണേ, അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പാവം, ഞാനൊരുമാതിരി ഓവറാക്കി ചളവാക്കി. അവനിപ്പോഴാ ഷോക്കിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റവളുണ്ടല്ലോ, അവൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല. വീടിന്റെ ടെറസ് ഇടിഞ്ഞു വീണ് ചാകാൻ കിടക്കുമ്പോ അവള് പാമ്പ് കൊത്തി മരിക്കും. ഫോൺ എടുക്കാൻ മറന്നു. വീണു അല്ലേ ഇപ്പൊ വന്നിട്ട് പോയത്? വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ പോയത് അവളുടെ ഏട്ടത്തെയും ആരാണെന്ന് അറിയാവോ? പാർവതി. ഏത് പാർവതി? മറ്റേ അഴകിയ ലൈല. അവളോ? ആ, അവള് തന്നെ. ഇതൊക്കെയാണോടാ നീ ചെയ്ത തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്? കൂടെ പഠിച്ച് പാർവതി നിന്നെ കണ്ടിട്ട് നല്ല പരിചയമില്ലേ? എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പറ്റിയത്? നിന്നെയൊക്കെ വിശ്വസിച്ച് കല്യാണം കഴിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു ബ്ലഡി യൂസ്ലെസ് അനിയനും ഒരു യൂസ്ലെസ് ഫ്രണ്ടും. മിണ്ടരുത്. അവള് കിട്ടി പെണ്ണ് കാണാൻ പോയിട്ട് നീയൊക്കെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? നല്ല
തങ്കപ്പെട്ട ഫാമിലി, ഫസ്റ്റ് ക്ലാസ് ഫാമിലി എന്നൊക്കെ അല്ലേ? ആ പൂതന മരുമോളായിട്ട് വന്ന ഫാമിലിയാണോ തങ്കപ്പെട്ട ഫാമിലി? എടാ ഞങ്ങള് പെണ്ണ് കാണാൻ പോയപ്പോഴും കല്യാണം ഉറപ്പിച്ചിട്ടും ഈ പൂതിന് അവിടെ ഉണ്ടോ? ഉണ്ടായിരുന്നു. നീയല്ലേ അവളെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചോട്ട് വന്നത്. ഓ ഭാവി ആളിന് അവനെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു അവന്.